എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ നമ്മൾ പാവയ്ക്ക കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴയ കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഈ പാവയ്ക്ക കൊണ്ടൊരു തീയൽ. നിങ്ങൾ ഓർക്കും ഈ പാവയ്ക്ക കൊണ്ട് തീയൽ ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാട്, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വെക്കാനൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാൽ നമുക്ക് കുറെ ദിവസമൊക്കെ ഇരിക്കുന്ന കറിയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ഒന്നുമില്ല. നമ്മൾ ഓരോ കറികൾ ഇങ്ങനെ വെക്കുമ്പോൾ തീയലുകളൊക്കെ വെച്ച് നമ്മൾ ഓണത്തിനൊക്കെ അതെല്ലാം വെക്കുന്ന തീയലുകളൊക്കെ നമ്മൾ 5 ഓണത്തിനും വെക്കും. ആ ഒന്നിച്ച് വെച്ചേക്കുവാണ്, അതൊന്നും കേടാവൂല. അപ്പൊ ഈ പാവയ്ക്ക തീയൽ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ പാവയ്ക്ക മാത്രം പോരാ, നമ്മൾ ഒരു 1/2 കിലോ പാവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ അതിന് പ്രധാനമായിട്ട് ചേർക്കേണ്ടത് അതിന് ചുമന്നുള്ളിയാണ്. നമ്മളൊരു 300 ഗ്രാം ചുവന്നുള്ളി ഉണ്ട്, അത് പൊളിച്ച് കഴുകി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ തികച്ചില്ല, ഇച്ചിരിയുടെ കുറവുണ്ട്, ആ തേങ്ങ പൂളി വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പാവയ്ക്കത്തിയലിന് രുചി കൂടണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ചേർത്ത് ഭയങ്കര കഷ്ടപ്പെടാം. തേങ്ങ വറുക്കണം, തേങ്ങ ചുരണ്ടണം, വറക്കണം, അരയ്ക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെയാണെന്ന് ഇപ്പൊ നിങ്ങൾ ഓർക്കും. പക്ഷെ തേങ്ങ ഒന്നും ഇപ്പൊ വറുത്തരയ്ക്കാതെ കൊണ്ട് തന്നെ നമുക്കിപ്പോ പാവയ്ക്കത്തിയൽ എങ്ങനെ വെക്കുന്നത് നമുക്കൊന്ന് കാണാം. പിന്നെ പാവയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, തേങ്ങയുണ്ട്. ഇത്രയും തേങ്ങ കൊത്തയായിട്ട് ഇടാണ്. അപ്പൊ ഇത്രയും സാധനമുണ്ട്. ഈ അരിയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ മെഴുക്ക് വരട്ടിക്കോ തോരനോ ഒന്നും അരിയുന്നവരല്ല തീയലിന് അരിയുന്നത്. പാവയ്ക്ക നമ്മൾ ഇതിനകത്ത് അരി എടുത്തു കളഞ്ഞിട്ട് ഈ കണക്കിന് നമ്മൾ മുറിച്ചെടുക്കണം. പാവയ്ക്ക ഒരേ കണക്കെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ട് വേണം ഇത് അരിയാനൊക്കെ ഉണ്ട്. ഇതിന് അരി ഇരിക്കരുത്, ഇതിനകത്ത് അരി ഇരുന്നാൽ കൊള്ളൂല. അതിനകത്തൊരു എന്നിട്ട് അരിയുമ്പോ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് അരിയണം, ഇങ്ങനെ ചീവി വെക്കണം ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, പാവയ്ക്കയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാവയ്ക്ക നന്നായിട്ട് നിങ്ങൾ കഴുകണം അല്ലെ. നന്നായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ട് പാവയ്ക്ക കുറച്ചു നേരം വെച്ചേക്കണം അല്ലെ. കാരണം ഈ പാവയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പാവയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കടകളിലൊക്കെ പാവയ്ക്ക നന്നായിട്ട് വിഷം അടിച്ചു വരുന്ന സാധനമാണ് പാവയ്ക്ക. ചിലര് കാണാം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി പുളിയൊക്കെ കൂടെ വെള്ളത്തിൽ ഇട്ടിട്ട്, കാരണം ഇതൊക്കെ ഈ വിഷാംശങ്ങളൊക്കെ പോകാൻ നല്ലതാണല്ലോ, അങ്ങനെയൊക്കെ കഴുകാറുണ്ട്. പ്രത്യേകിച്ച് പാവയ്ക്ക ഉണ്ട്, പാവയ്ക്കയുടെ ഒരു സ്കിന്ന് നമുക്കറിയാം ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ നമ്മൾ കഴുകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളത്തിൽ കഴുകുമ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ ഒരു വിഷാംശോ ചെളിയോ ഒന്നും പോകത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇട്ട് കുറച്ചു നേരം വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള. അപ്പൊ ഒരു കാര്യം, ഞങ്ങൾ ഇത് അരിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഉള്ള ഈസി കുക്കിംഗ് ആണ് അല്ലെ. ഉള്ളി നമ്മളിത് ഈ ഒരു രീതിയിൽ മൊത്തം അരിഞ്ഞു വെച്ചു, നമ്മുടെ തേങ്ങാക്കൊത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചമുളക് നമ്മളിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് വാളംപുളി. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ അത്രയും പുളി നമ്മൾ എടുത്തിട്ടുണ്ട്. പാവയ്ക്ക ആയതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ പുളി നമ്മൾ എടുക്കുന്നത്, കയ്പ് കുറയ്ക്കാൻ ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി വാളംപുളി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിടാൻ വേണ്ടി. അപ്പൊ ഇത് നമ്മൾ വഴറ്റുന്നതിന് മുമ്പ് നമ്മൾ ഇത് വെള്ളം പച്ചവെള്ളമല്ല, ചെറു ചൂടുള്ള വെള്ളം. അപ്പൊ നമ്മൾ ചീനച്ചട്ടി അടുപ്പ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. വറുത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി മൂക്കുമല്ല, ഇതിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ കളർ വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അതിന്റെ ഒപ്പം തന്നെ നമ്മളിത് വേറെ നമ്മുടെ ഒരു ഉരുളിയും കൂടി അടുപ്പ വെച്ചിട്ടുണ്ട്. നമ്മൾ 2 അടുപ്പിലാണ് ഉണ്ടാക്കണം, വേഗം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ നമുക്ക് പാവയ്ക്ക അങ്ങോട്ട് ഇടാം. പാവയ്ക്ക ഇതിന്റെ അകത്ത് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ നേരെ അങ്ങോട്ട് പോയി ഇതല്ലേ. വെള്ളം പറ്റട്ടെ. അപ്പൊ ഇതിന്റെ വെള്ളം പറ്റിയിട്ടാണോ എണ്ണ ഒഴിക്കണം? ഓക്കെ. അപ്പൊ ഇതും നമ്മള് പാവയ്ക്ക് ഒരു അടുപ്പിൽ വഴറ്റുന്നു, തേങ്ങ വഴറ്റുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഉള്ളി വഴറ്റണം, അതോടൊപ്പം തന്നെ ഉള്ളിയും വഴറ്റണം അല്ലെ. ഉള്ളിക്കും പാവയ്ക്കും 2 ആയിട്ടാണ് വഴറ്റണം അല്ലെ. എല്ലാം വേറെ വേറെ. അതുകൊണ്ടാണ് കേട്ടോ 2 അടുപ്പ് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി എന്നാണ് അമ്മ പറഞ്ഞ തേങ്ങയ്ക്ക്. ഒത്തിരി അങ്ങ് കരിയുന്ന പോലെ ഉണ്ടല്ലേ, പച്ച നിറം അങ്ങ് മാറി ഒരു വേറൊരു കളറിലേക്ക് വന്നു. പിന്നെ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഉള്ളി ഇട്ട് വഴറ്റാൻ പോവാം. നമ്മൾ പച്ചമുളക് ഇടാൻ പോവാ. പച്ചമുളക് ഓക്കെ. അപ്പൊ ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഇങ്ങനെ വരണം, നമ്മുടെ കറി ഒരിക്കൽ പോലും അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നമ്മൾ പറഞ്ഞ 6 ദിവസമൊക്കെ ഇരിക്കും കറിയില്ല. അല്ലെ പച്ച നമ്മൾ എല്ലാവരും പച്ചച്ചവയും വരും, പെട്ടെന്ന് കേടായി. അപ്പൊ അമ്മ പറഞ്ഞ എന്താ വെച്ചാൽ ഓണത്തിനൊക്കെ ഇവരുടെയൊക്കെ വീട്ടിൽ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ 6 ദിവസമൊക്കെ ഇരിക്കാൻ. ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. അന്ന് കറി വെച്ച് കഴിഞ്ഞാൽ ഓണം 5 കൊണ്ട് കഴിഞ്ഞാലും കറി കാണും. അപ്പൊ അങ്ങനെ കറി കേടാവാതെ പുറത്ത് വെച്ചാൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലേ. ഇനിയിപ്പോ ഓണക്കാലം വലിയ വരാൻ പോകുന്നേ. അടുത്ത് നമ്മൾ ഇതിലോട്ട് പച്ചമുളക് ഇടുവാണ്.
പച്ചമുളക് അവിടെ വഴറ്റുമ്പോ തന്നെ നമ്മുടെ പാവയ്ക്കത് ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ ഇതുവരെ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടില്ലേ. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ വെള്ളം പറ്റിയിട്ടാണ് എണ്ണ ഒഴിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചുമ്മാ ഫ്രീ ആയിട്ട് നമ്മുടെ ഉരുളിയിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഒപ്പം നമ്മുടെ പച്ചമുളക് ഇവിടെ ഇങ്ങനെ മൂത്തോണ്ടിരിപ്പുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും ചേർക്കുന്നുണ്ടോ അമ്മ? ഒന്നും ചേർക്കണ്ട. ഈ പാവയ്ക്കാക്ക് ഒരു ശാകലം മഞ്ഞൾപ്പൊടി ഇടാം. നമുക്കൊരു ശാകലം മതി കേട്ടോ. തീയലിന് മഞ്ഞൾപ്പൊടി വേണ്ട. പിന്നെ പാവയ്ക്കയുടെ കളർ ഒന്ന് മാറി കിട്ടാനാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ പാവയ്ക്കയുടെ കളർ ചേഞ്ചിന് വേണ്ടി മാത്രമാണ് അല്ലേ? കണ്ടാ വെള്ളമാ പാവയ്ക്ക. പാവയ്ക്ക് വെള്ളം പറ്റണം ഇനില്ലേ? വെള്ളം പറ്റി കഴിഞ്ഞാണ് എണ്ണ. സാധാരണ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇത്രയൊക്കെ വഴറ്റിട്ട് പാവയ്ക്കാം തീയലുണ്ടായി കഴിഞ്ഞാൽ എപ്പൊ കേടായി പോയി ചോദിച്ചാൽ മതി ഇല്ലമ്മ? ഇരിക്കത്തില്ല ഒരിക്കലും. അപ്പൊ നമ്മുടെ പച്ചമുളക് മൂത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് തേങ്ങയുടെ കൂടെ തന്നെ അങ്ങിടാം. കോരുവ അല്ലേ? അപ്പൊ അത് നമ്മൾ ഉള്ളി വരട്ടാൻ പോവാണ്. അപ്പൊ ഇതിനകത്തൊരു ശകലം വെളിച്ചെണ്ണയുണ്ട്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ചുമ്മാ നമ്മൾ തട്ടി വെച്ചിട്ട് ഈ വെള്ളമയം പറ്റി കഴിയുമ്പോ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അത് നമ്മൾ പാവയ്ക്ക വഴറ്റണ പോലെ തന്നെ ഉള്ളിയുടെയും വെള്ളം പറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ചാലും മതി അല്ലെ? ഇപ്പൊ നമ്മൾ വഴറ്റിയ എണ്ണ ഉള്ളതുകൊണ്ട് നേരെ ആ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടു. അപ്പൊ ഇതിനകത്ത് താമസം ഉള്ളത് ഈ ഉള്ളിയും ഈ പാവയ്ക്കയാണ് അല്ലേ അമ്മേ? താമസം എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെ? അപ്പൊ ഒരടുപ്പ് പാവയ്ക്ക ഞാൻ വഴറ്റുന്നു, മറ്റൊരടുപ്പിലത് അമ്മ ഉള്ളി വഴറ്റുന്നു. രണ്ടും അങ്ങനെ ഒപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഉള്ളിക്കകത്ത് നമുക്ക് ഒരു ശകലം ഉപ്പിടാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാന് ഒരു ശകല ഉപ്പ് നമ്മൾ അതിനകത്ത് ഇടുവാണ്. അങ്ങനെ നമ്മുടെ പാവയ്ക്കയുടെ വെള്ളമയൊക്കെ നന്നായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്നാണെന്ന് അറിയാം, നമ്മുടെ ഈ ഉരുളിയുടെ അകത്തുനിന്ന് നമ്മള് വെളിച്ചെണ്ണ 4 സൈഡിലേക്ക് നമ്മുടെ പാവയ്ക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇനിയാണ് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ലേശം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചിട്ടുള്ളൂ. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഇളക്കിക്കോട്ടെ. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചപ്പോ തന്നെ ചൂടായി. ഇനി നമ്മള് വെളിച്ചെണ്ണയും കൂടെ ചേർത്താണ് നമ്മുടെ പാവയ്ക്കിന് നമ്മൾ വഴറ്റാൻ പോണത്. പാവയ്ക്കയും ഉള്ളിയും മുളകും നമ്മുടെ തേങ്ങാക്കൊത്തും ഒക്കെ നമ്മളിത് അങ്ങനെ വഴറ്റി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ പുളിവെള്ളയില്ലേ, പുളി നമ്മൾ പിഴിഞ്ഞ് വെള്ളമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, വേറെ കുറെ സാധനങ്ങളും കൂടെ നമ്മുടെ കറിക്ക് വേണം. പിന്നെ നമ്മുടെ കറിയിൽ വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ വറക്കുക എന്നുള്ളതാണ്. തീ എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് തേങ്ങ വറക്കാതെ, തേങ്ങ ചിരണ്ടാതെ, തേങ്ങ അരയ്ക്കാതെ ഒക്കെയാണ് നമ്മുടെ ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഉരുളിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉരുളിക്കകത്ത് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ട് നമ്മൾ കുറച്ച് കടുക് അതിനകത്തോട്ട് ഇടാം. നമുക്ക് പിന്നെ പച്ചമുളക് ഇടാം. അപ്പൊ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഇടും. അതുവരെ നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മളൊരു ശകലം മല്ലിപ്പൊടി ചേർക്കാം. ഒരുപാട് മല്ലിപ്പൊടി വേണ്ട. പിന്നെ നമ്മുടെ പിരിയമുളക് പൊടിച്ചതാണിത്. ഒരു 3/4 ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി. പിരിയമുളകിന്റെ പൊടിയാണ്. അപ്പൊ 2 ടീസ്പൂൺ അല്ലെ? ശകലം കൂടെ ഇടാം. അപ്പൊ ഒരു 3 ടീസ്പൂൺ പിരിയമുളകിന്റെ പൊടി ഒന്ന് മൂപ്പിക്കാം നമുക്ക്. അപ്പൊ ഞാനും അമ്മയും കൂടെ കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ കാരണം അമ്മയ്ക്ക് ഇപ്പൊ അങ്ങ് വയ്യാതെയൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കറിയൊക്കെ ആകുമ്പോഴേ ഒരു 2-3 ദിവസത്തേക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇരിക്കും. അപ്പൊ നമ്മൾ അതിന് പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിച്ചാറ് ഒഴിക്കാം. നമുക്ക് അരിച്ചൊഴിക്കണം അല്ലേ? തിളപ്പിച്ചാറിച്ച വെള്ളമാണ്. ആറിയില് ചെറു ചൂടുണ്ട്. നമ്മൾ പച്ചവെള്ളം ചേർക്കരുത്. പുളിഞ്ചാറ് ഒഴിച്ചു, അതിന്റെ കൂടെ നമ്മള് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ ഉപ്പ് നമ്മൾ ഇടുവാണ്. വേണേ പിന്നെ നമുക്ക് രണ്ടാമതോടെ ചേർക്കാം. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. ഇതുവരെ നമ്മൾ ഈ കറിക്കകത്ത് തേങ്ങ വറുത്തിട്ടില്ല, അരച്ചിട്ടില്ല, ചേർത്തിട്ടില്ല. പുളിയും കൂടെ നമുക്ക് ചേർക്കാം. പുളി കുറച്ചും കൂടെ ബാക്കി ഉണ്ടാകും. വീണ്ടും ഇത് പാവയ്ക്ക ആകുമ്പോഴേ പുളി വേണം. അതിന് പുളി വേണം. ഉള്ളിക്കാണെങ്കിൽ അത്രയും പുളി വേണ്ട. ഉള്ളി തന്നെയാണെങ്കിൽ. പക്ഷെ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് തേങ്ങ വറക്കാതെ നമ്മൾ ഉണ്ടാക്കണമെന്ന് അറിയാം. പക്ഷെ പുതിയതായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ
ഈസി വേയിലാണ് ഉണ്ടാക്കുന്നത്. ഒപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലെമേ ലൈക്കും ലൈക്കും കമന്റും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഓർമ്മിപ്പിക്കണം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പറയാനൊന്നും അങ്ങ് വയ്യ കേട്ടോ. സത്യം പറയാം, അമ്മയ്ക്ക് ഇപ്പൊ എന്താ അമ്മ പറയുമ്പോ കഥയ്ക്കും അല്ലേ, ഒരു ശ്വാസം മുട്ടലല്ല, ഒരു കഥപ്പ്, ഒരു ബുദ്ധിമുട്ട് അല്ലേ, ഇതുപോലെ ഉണ്ട്. അപ്പൊ അതാണ് വീഡിയോയ്ക്ക് അതൊക്കെ അമ്മ പറയാതെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാരും പറയാറുണ്ട്, പലരും പറയാറുണ്ട് അമ്മ പറയട്ടെ, അമ്മ പറയണേ കേൾക്കാനെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അമ്മയ്ക്ക് എത്രയും വേഗം എന്നൊക്കെ നന്നായിട്ട് പറയാനൊക്കെ പറ്റട്ടെ അല്ലേ അമ്മേ. ഇന്നും അമ്മ പറയുമായിരുന്നു അമ്മയ്ക്ക് ഇപ്പൊ അങ്ങ് വയ്യ പറയാനായിട്ടൊക്കെ, ഒരു ശ്വാസം മുട്ടും അല്ലേ അമ്മേ, കഥപ്പും ഒക്കെയാണ്. അത് തന്നെ. ഇന്നിപ്പൊ ഈ നമ്മുടെ ഈ ഒരു കറി ആണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് എടുക്കാനിരുന്നല്ല. ഞാൻ ഇന്ന് വരുന്ന സമയത്ത് ബസ്സിൽ ഇരുന്നപ്പോഴത്തേക്കും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മ പറഞ്ഞാ നീ വേഗം വരണേ, ഞാനൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചേക്കുവന്ന്. അങ്ങനെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അതേ നമ്മുടെ പുളി മുളക് പൊടിയും മല്ലിപ്പൊടിയും പുളിയും കൊണ്ടിട്ട് നന്നായിട്ട് കൂടെ തിളയ്ക്കണം. മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടിട്ടില്ല, ഒരല്പം ഇട്ടുള്ളൂ. തീയലിന് മഞ്ഞപ്പൊടി വേണ്ട. പിന്നെ പാവയ്ക്കാടെ ഒരു കളർ മാറാൻ മാത്രം. അപ്പൊ നമ്മൾ വറുത്ത് വെച്ചേക്കണ ഒക്കെ ഒന്ന് ചങ്ങിടുവാണ്. ഇത് തേങ്ങാക്കൊത്തും പച്ചമുളകും കൂടെയാണ്. ആദ്യം ഇന്നത് അവസാനം ഇന്നത് ഒന്നുമില്ല, എല്ലാം അങ്ങിടുക അല്ലേ. അപ്പൊ ഇത് നമ്മുടെ പ്ലേറ്റിലിരിക്കുന്ന സാധനം കൊണ്ട് നമ്മൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവല്ലേ. ഇതുവരെ നമ്മള് തേങ്ങ ചേർത്തിട്ടില്ല, വറുത്തരച്ച തേങ്ങ അല്ലേ. ഇനി ഇത് തിളച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ. തേങ്ങയും കൂടെ ചേർക്കാം. ഇപ്പൊ തേങ്ങ ചേർക്കുവാണ്. വെള്ളം നമുക്ക് സ്വല്പം കൂടെ ഒഴിക്കാം. അതെല്ലാം കൂടെ ഒഴിച്ചപ്പോ നമുക്ക് നല്ല കട്ടിയായിട്ടുണ്ട് ഇത്. അപ്പൊ ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കാം. അപ്പൊ ഇത് ഇരിക്കുമ്പോഴേ കട്ടിയാവും. തേങ്ങ ചേർക്കാനുണ്ട്. അപ്പൊ കഷ്ണമൊക്കെ ഇട്ടിട്ട് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഏത് രീതിയിലാണോ ചാറ് വേണ്ട അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെ. നിശ്ചിത ഒരിക്കലും ഒഴിക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം അല്ലെ. ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പൊ വെള്ളത്തിന്റെ അളവ് ഇങ്ങനെ കൃത്യം എമ്മൽ എന്നൊന്നും പറയുന്നില്ല, അവനവന്റെ ചാറിന്റെ പരുവത്തിനനുസരിച്ച് ഇതിന്റെ കഷ്ണത്തിന്റെ ഒക്കെ കൂടെ വെച്ചാണ് വെള്ളം ചേർക്കുന്നത് നമ്മള്. പിന്നെ തീയിൽ ഒത്തിരി അങ്ങ് രസക്കറി പോലെ അങ്ങ് വെള്ളമായ കൊള്ളത്തില്ല. ഇതിപ്പോ ആവൂല, നല്ലപോലെ വരും. ഇനി ഇതേ നിങ്ങളെ സാധനം കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ തേങ്ങ വറുത്തരച്ച് നമ്മൾ ടിന്നിൽ വെച്ചിട്ടില്ല. ഇത് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച തേങ്ങയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണ നിർബന്ധമൊന്നുമില്ല അല്ലെ. ഇതിപ്പോ കുറെ ദിവസം ആയി. അപ്പൊ അതാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നേരത്തെ നമ്മൾ ഒന്നിച്ച് വറുത്തരച്ച് നമ്മൾ വറുത്തരച്ച് വെച്ച വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെ ഈസി ആയിട്ട് തേങ്ങ വറുത്തരച്ച് വെക്കുന്നുള്ളത്. അപ്പൊ ഇതുള്ളതുകൊണ്ട് നമുക്ക് എന്ത് കറിക്ക് വേണമെങ്കിലും ഈസി ആയിട്ട്. രാത്രി നമുക്കൊരു പാവയ്ക്ക തീയല് വെക്കണം. രാത്രി കടലക്കറി, രാവിലെ കടലക്കറിക്ക് കടലക്കറിയൊക്കെ രാവിലെ വെക്കാനാണ്. അപ്പൊ നമുക്ക് അയ്യോ തേങ്ങ ഒന്നും വറുത്തരയ്ക്കാനൊന്നും പറ്റൂല. വേണ്ട, നമ്മൾ സമയം നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ നല്ല 2 തേങ്ങ എടുത്ത് നമ്മൾ പൊതിച്ച് ഇതുപോലെ വറുത്തരച്ച് വെച്ചിരുന്നാലുണ്ടല്ലോ നമുക്ക് എല്ലാ കറികളും പെട്ടെന്ന് നമുക്ക് വെക്കാം. അത് നമ്മുടെ ചാനലിലുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. നിങ്ങൾ കയറി കാണണം. ഈ പ്രാവശ്യം ഞാനാണ് കേട്ടോ ഓണത്തിന്റെ സദ്യ ഒരുക്കുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് ഈ പ്രാവശ്യം വയ്യെന്ന് പറഞ്ഞിട്ടുണ്ട് ഓണസദ്യ ഉണ്ടാക്കാനല്ലേ. അമ്മയ്ക്ക് ഒരു സുമാറില്ലെന്നാ പറയണല്ലേ. എനിക്ക് ഇതെല്ലാം കൂടെ കണ്ടപ്പോഴേ ദുരന്തം കണ്ടപ്പോ അമ്മയ്ക്ക് വയനാട്ടിലെ ദുരന്തവും ഉരുൾപൊട്ടലൊക്കെ കണ്ടത് കൊണ്ടുണ്ടല്ലോ അമ്മയ്ക്ക് സത്യം പറഞ്ഞ ഓണത്തിന് ഒന്നും ഉണ്ടാക്കാൻ തോന്നണില്ല എന്നും പറഞ്ഞ അമ്മ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം വയനാട്ടിലെ ദുരന്തം ഉള്ളതുകൊണ്ട് വലിയ ഓണസദ്യ ഒന്നും ഇല്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. എങ്കിലും ഓണത്തിന്റെ പഴയ വീഡിയോസ് ഒക്കെ നമ്മുടെ കിടപ്പുണ്ട്, നിങ്ങൾ കാണണേ. നമ്മൾ ഓണത്തിനൊക്കെ തീയലുണ്ടാക്കട്ടെ, ഉള്ളിത്തീയലാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. അന്നേരമൊക്കെ നമ്മൾ കുറച്ചും കൂടെ കുറുകിയ ടൈപ്പിലാണ്. പക്ഷെ ഇത് മൺചട്ടിയിലൊക്കെ അങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് കുറുകിക്കോളും അല്ലേ, കുറുകും. അപ്പൊ വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇനി എന്നാ ചേർക്കുന്നത്? നമ്മളൊരു ചെറിയൊരു നെല്ലിക്കയുടെ അത്ര ശർക്കര ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അല്ലേ, ശർക്കരയാണ്. അത് 1 സ്പൂൺ, 1 സ്പൂൺ ശർക്കര, ചെറിയ സ്പൂണാ. ഇത് അതിന്റെ ടേസ്റ്റിനെ ഈ ഒരു ചെറു മധുരവും കൂടി ആ കയ്പിന്റെ കൂടെ അങ്ങ് ചേരുമ്പോഴാണ് അല്ലെ ഒരു അടിപൊളി. പാവയ്ക്ക വരട്ടി വെച്ച ഒരു ശകലവും കയ്പില്ല, നല്ല അടിപൊളി കറിയാണ്. നമ്മുടെ പുളിയും കൂടെ വന്നോണ്ട് കയ്പെന്ന് പറയാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ ഒരു സത്യം പറയട്ടെ, എനിക്ക് കയ്പുള്ള പാവയ്ക്കാണ് ചോറിന് കൂട്ടാനായിട്ട് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മുടെ കറി ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി വാങ്ങാം, നമുക്ക് ഒരുപാട് പറ്റിപ്പോകും. അങ്ങനെ നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല അടിപൊളി സ്റ്റൈലിൽ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരു 3-4 ദിവസമൊക്കെ ഈസി ആയിട്ട് പുറത്ത് വെച്ചാലും കേടാവത്തില്ല അല്ലെ. നമ്മൾ പച്ചവെള്ളം ഒന്നും ചേർത്തില്ല, എല്ലാം വരട്ടി. അപ്പൊ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഈ കറി കുറെ ദിവസത്തേക്ക് വെക്കാം.
അപ്പൊ നമ്മുടെ ഈ പാവയ്ക്ക തീയൽ വെച്ചത് നല്ല അടിപൊളി തീയലാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ തേങ്ങ വറുത്തില്ല, അരച്ചില്ല, ഇതൊന്നും നമ്മൾ ചിരണ്ടിയില്ല. അപ്പൊ നമ്മൾ പക്ഷെ നേരത്തെ കുറച്ച് തേങ്ങ ചുരണ്ടി വറുത്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ അരച്ച് ടിന്നിനകത്താക്കി വെച്ചു. നമുക്ക് കുറെ നാളിരിക്കും. നമുക്ക് അത് കാറ്റ് കയറാൻ നമ്മൾ അടച്ച് നല്ല മുറുകിയ ടിന്നിനകത്തിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പൊ നമ്മളിങ്ങനെ തീയൽ വെക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും പെട്ടെന്ന് നമുക്കൊരു തീയൽ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തേങ്ങ വറുത്തിട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, എല്ലാവർക്കും അതിന്റെ പ്രയാസമാണ്. അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്ത് വെച്ചാല് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ തീയൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെ? കഴിഞ്ഞു. അപ്പൊ ഇനി വേറെ തീയൽ ഉണ്ടാക്കണമെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ പടവലങ്ങ കൊണ്ട് നമുക്ക് തീയൽ വെക്കാം, പിന്നെ തീയൽ വെക്കാം, വഴുതനങ്ങ കൊണ്ട് തീയൽ വെക്കാം, അരപ്പിരിപ്പുണ്ട്, തേങ്ങ വറുത്തരിപ്പുണ്ട്, എന്ത് തീയലും സമയം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ പാവയ്ക്ക തീയൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. അപ്പൊ നിങ്ങൾ ലൈക്കും കമന്റും മറക്കരുത് കേട്ടോ.